ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു സമഗ്രമായ ഒരു വശത്തിലേക്ക് പോകേണ്ടതുണ്ട്. തവനൂർ നിയുക്ത MLA VS ജോയ് അദ്ദേഹം വിജയിച്ചതിന് ശേഷം ആദ്യം പോകുന്നത് കോൺഗ്രസിൻ്റെ ഓഫീസിലേക്കല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അമീറിനെ കണ്ട് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഈ വിഷയം ഒന്ന് തുടങ്ങി വെക്കാം. രഞ്ജിത്ത് അമ്പാടിയിലേക്ക് പോവുകയാണ് ആദ്യം. രഞ്ജിത്ത് അമ്പാടി, ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് VS ജോയിയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ആരാണ് ആദ്യം കോൺഗ്രസിന് ആ വിജയാഹ്ലാദത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആദ്യം തെരുവിലിറങ്ങിയത് ആരാണ്? SDPI ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കൃത്യമായി ലീഗിൻ്റെ കയ്യിലേക്ക് വന്നു ചേരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ PMA സലാമും അതുപോലെ സാദിഖ് അലി തങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. എങ്ങനെ കാണാം ഈ ഗുരുതരമായ സ്ഥിതിവിശേഷത്തെ? ഞാനിതിനെ കാണുന്നത് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിലല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഞാനിത് വോട്ട് വിഹിതം മനസ്സിലാക്കാം. ഞാൻ വായിക്കാം. ഈ കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി വന്ന വോട്ടുകൾ നമ്മളൊന്ന് നോക്കുക. രാഷ്ട്രീയപരമായി വന്ന വോട്ട് കഴിഞ്ഞ തവണ 41.65% വോട്ടുണ്ടായിരുന്നു CPM-ന് അല്ലെങ്കിൽ LDF-ന്. ഇത്തവണ 7.65% വോട്ടായി കുറഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസിന് മാത്രം ഇത്തവണ 28.79%, അതായത് കഴിഞ്ഞ തവണ 39.6% ഉണ്ടായിരുന്ന കോൺഗ്രസ് UDF ഇത്തവണ 45.9 വോട്ട് വർദ്ധിച്ചു. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മാത്രമല്ല, അതൊരു ഫാക്ടറാണ്. ഞാനത് നീലിമ പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതൊരു മുസ്ലിം ധ്രുവീകരണത്തിൻ്റെ ഒരു വലിയ മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് കോൺഗ്രസും ലീഗിൻ്റെ അസ്മാദികളും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നേ തീരൂ എന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു പ്രതീതിയുണ്ടായി. അതാണ് CPM ഇതിനെ വിലയിരുത്തിയത്. എന്താ പറയുക, ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നുള്ളത്. അതവരതിനെ ഒരു പൊളിറ്റിക്കൽ ശൈലിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ BJPയുടെ വോട്ട് പോലും അല്പം ചോർന്നു. BJPക്ക് വോട്ട് 3 സീറ്റ് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ എന്താ സംഭവിച്ചത്? കൃത്യമായി തന്നെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ രണ്ടായി ഭിന്നിച്ചു പോവുകയും ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒരേ ക്യാമ്പിലേക്ക്, ഒരേ കേന്ദ്രത്തിലേക്ക് വരികയും ചെയ്തു. അതാണ് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയ കാരണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തലേ ദിവസം നടത്തിയ റൈറ്റ് സൈഡ് ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, മലബാർ മേഖല, മധ്യ കേരളം, തെക്കൻ കേരളം എന്തായാലും പോയാലും പ്രശ്നമില്ല. മലബാർ മേഖലയും മധ്യ കേരളവും കൃത്യമായി തന്നെ UDF അവരുടെ സേഫ് സോണായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൊന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സൈഡ്, SDPIയുടെ ഒരു പിന്തുണ. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇവിടെ ഇനിയുള്ള 5 വർഷമെങ്കിലും ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ പറ്റില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം തുടരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. കേരളത്തിലേക്കുള്ള ഫണ്ട് മുഴുവൻ ഫ്രീസാക്കി. കേരളത്തിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിരന്തരമായുള്ള റെയ്ഡ് നടക്കുന്നു. നമ്മൾ ഇത്രയും കാലം സംരക്ഷിച്ചു വന്ന UDF സംവിധാനങ്ങൾ കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. നമുക്ക് സേഫായിട്ട് ഒളിക്കാൻ പോലുള്ള സ്ഥലം പോലും ഇല്ല. LDF ആകട്ടെ, LDF-ന് ന്യൂനപക്ഷ പ്രീണനമുണ്ട്, പക്ഷേ ഒരു പരിധി വരെ ഉള്ളൂ. 2021-ൽ കാണിച്ചു. ഞാൻ പറയുന്നത് വിജയിച്ചു കയറിയതിന്റെ ഈ ഒരു കേന്ദ്രീകരണം അന്ന് LDF-ലേക്ക്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, അവർ കൃത്യമായി സേഫ് സോൺ കളിക്കും. അവരെ ഒരു പരിധി വിട്ടിട്ട് ഇവരെ അന്ധമായി പിന്തുണയ്ക്കും, അവരുടെ ആവശ്യത്തിന് പിന്തുണയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവർ പതിയെ പിന്മാറിയിട്ട് അവരുടേതായ പോക്കറ്റുകളെ അവർ സേഫാക്കും. ഇതുകൊണ്ട് ഇനി ഒരു 5 വർഷം കൂടി LDF വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കേരളത്തിൽ നമ്മുടെ അടിവേര് ഇറക്കപ്പെടുമെന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, പഴയ പോപ്പുലർ ഫ്രണ്ട്, പുതിയ അവരുടെ രൂപം, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ തവണ UDF-ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ വലിയ വിജയത്തിന് കാരണം. ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏകീകരണമാണോ എന്ന് പറയണം എന്ന് തോന്നിയാൽ പറയാം. പക്ഷെ ഞാൻ പറയുന്നു, അതിനേക്കാളുപരി നിലനിൽപ്പിന് വേണ്ടി ഈ തീവ്രവാദ സംഘടനകളും തീവ്ര ആശയക്കാരും അല്ലാത്തവരുമായിട്ടുള്ളവർ ഒന്നിച്ചു എന്നുള്ളതാണ്.